ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമാണെന്നറിയാം. സുഖം എപ്പോഴും അച്ഛൻ അങ്ങനെ പറയാറുള്ളൂ. നമ്മൾ ശരിക്കും ഇന്ന് നമ്മുടെ ഒരു പഴയ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം മാധ്യമങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന ഒരു ചിന്തയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളും ഒക്കെ കുറേ കാര്യങ്ങൾ, ഒരു 3-4 പോയിന്റുകളൊക്കെയാണ് അച്ഛൻ ചർച്ച ചെയ്തത്. സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഈ സുഖിക്കുക, രസിക്കുക, അതൊക്കെ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നൊക്കെയാണ് നമ്മളൊന്ന് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ തുടങ്ങാൻ തോന്നുന്നു. സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരത്തെ ഇന്ന് എങ്ങനെയാണ് മാധ്യമങ്ങൾ അതിനെ വേറെ പല വഴിക്കും തിരിച്ചു വിടുന്നുണ്ട്. പണ്ടത്തെ ഒരു പരിശുദ്ധമായ സ്നേഹം എന്നതിന് ഇന്ന് ഭയങ്കര ഡെഫിനിഷൻസാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു സ്നേഹം എന്നാൽ സെക്സാണ് എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അച്ഛൻ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ സ്നേഹവും ഇഷ്ടവും ഉണ്ട്. പല മനുഷ്യരും സ്നേഹത്തെ ഇഷ്ടമായിട്ടാണ് കാണുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേട് വരും. സൗന്ദര്യം പോയാൽ ഇഷ്ടക്കേട് വരും. സമ്പത്ത് പോയാൽ ഇഷ്ടക്കേട് വരും. സ്നേഹം ഭ്രാന്ത് പിടിച്ചാലും ക്യാൻസർ വന്നാലും സ്ട്രോക്ക് വന്നാലും പോവുകയില്ല. അപ്പോൾ എന്താ പറ്റുക? ഇന്ന് പുതിയ ലോകത്തിൻ്റെ ചിന്താധാരയിൽ ഇഷ്ടങ്ങൾക്ക് ഊന്നൽ കൊടുത്തു, സ്നേഹത്തെ മറന്നു. ഈ ഇഷ്ടവുമായി ബന്ധപ്പെട്ടാണ് സെക്സും അതിൻ്റെ പ്രകടനങ്ങളും. സ്നേഹത്തിൽ ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു കുടുംബം, അതാണ് യഥാർത്ഥ സ്നേഹം. ഈ ഇഷ്ടം വരുമ്പോഴാണ് പല പെണ്ണുങ്ങളുടെ പുറകെ പോവും, പല ആണുങ്ങളുടെ പുറകെ പോവും. കുറേ നാളൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെയൊക്കെ വലിയ വക്താക്കളായിട്ട് മാറുകയും ചെയ്യും. അത് ഈ സ്നേഹമില്ലാത്തപ്പോഴാണ്. ശരിക്കും സ്നേഹമുണ്ടോ? ഒരിക്കലും ഒരു പരസ്ത്രീയെ ഉപദ്രവിക്കുകയല്ല, ഒരു പരപുരുഷനെ ചിന്തിക്കുകയല്ല. സ്നേഹമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ മാറി മാറി പോകും. കുട്ടിക്കോറ ഇഷ്ടമാണ്, യാജ്ഞി ഇഷ്ടമാണ്, പോൺസ് പൗഡർ ഇഷ്ടമാണ്, പല പല സോപ്പുണ്ട്, ചന്ദ്രിക, പിയേഴ്സ് എല്ലാം ഇഷ്ടമാണ്. ആ ഇഷ്ടമല്ല ജീവിതത്തിൽ സ്നേഹമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ പല കേടുണ്ട്. ഒന്ന് ഈറോസ്, ശാരീരിക തരത്തിലുള്ള ഒരു സ്നേഹം. കാണാൻ കൊള്ളാം, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി, ഒരു സ്നേഹമുണ്ട്. 2 ഫ്രണ്ട്ഷിപ്പിൽ ഒരു സ്നേഹമുണ്ട്, സൗഹൃദത്തിലുള്ള ഒരു സ്നേഹമുണ്ട്. 3 പറയും അഗാപ്പെ എന്ന് പറയുന്നൊരു സ്നേഹമുണ്ട്. അത് ഞാൻ തീർന്നാലും മറ്റേയാൾ ഉയരണം. അതാണ് വിവാഹത്തിൽ പറയുക, ഞാൻ ഉടുത്തില്ലേലും നിന്നെ ഉടുപ്പിക്കും, ഞാൻ ഉണ്ടില്ലേലും നിന്നെ ഊട്ടും. ഇതാണ് സ്നേഹം. ഇന്ന് എപ്പോഴും ഈ സെക്സിൻ്റെ തരത്തിൽ സ്നേഹം അങ്ങ് ചുരുങ്ങുക. അങ്ങനെ ചുരുങ്ങിയാൽ ആ ജീവിതത്തിന് 3 ദിവസത്തിൻ്റെ പഴക്കവും. സെക്സ് ആവർത്തന വിരസതയാണ്. അത് കുറച്ച് കഴിയുമ്പം റിപ്പീറ്റേഷനാണ് ചരിത്രത്തിൽ. അങ്ങനെ വന്നു കഴിയുമ്പം ദേഹത്തിൻ്റെ ഭംഗി പോകുമ്പോൾ അകലാൻ തുടങ്ങും, ക്ഷീണം വരുമ്പം. അപ്പം ഒരിക്കലും സെക്സും ലവും തമ്മിൽ മിക്സപ്പ് ചെയ്യല്ലേ. ഇന്ന് ലോകത്തിൽ പെട്ടെന്ന് അങ്ങനെയാണ് പറയുക. ഞങ്ങൾ തമ്മിൽ സ്നേഹമെന്ന് പറഞ്ഞാൽ ഏക ചിന്ത, ശാരീരിക ബന്ധം, അതിൻ്റെ തലത്തിലുള്ള ചിന്തയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ വളരുന്നില്ല എന്നുള്ളതാണ്. വിവാഹത്തിൽ വരുമ്പോൾ യഥാർത്ഥ സ്നേഹത്തിലേക്ക് വരണം. സ്വയം ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം അതല്ലേ. സിനിമാ നടിയെ പോലെ സൗന്ദര്യമുള്ളവൾ ഗർഭിണിയായിട്ട് വലിയ വയറും ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി ദേഹത്തിൻ്റെ ഷേപ്പും വടിവും വയറിൻ്റെ ഫിഗറും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അതാണ് സ്നേഹം. ആർക്കു വേണ്ടിയാ? എന്നും തൂത്തും എനിക്ക് ബ്യൂട്ടി പാർലർ കയറി ഇറങ്ങി മരണം വരെ ജീവിച്ചാൽ പോരായിരുന്നു. കാശുണ്ടല്ലോ. ഇതാണ് ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ശരീരം ഒരു മനുഷ്യന് വേണ്ടി കൊടുക്കും. ഭർത്താവ് എല്ലാം എടുക്കാൻ എന്നും ഒരുങ്ങി മേക്കപ്പ് ചെയ്ത് നടക്കാം. പക്ഷെ അവൻ്റെ മുടിയും നരച്ച് പല്ലും പറഞ്ഞ് കയ്യെ തഴമ്പുമായി കാലും വിണ്ടു കീറി നടക്കുമ്പം ഓർക്കണം, ഇതെനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ചെയ്ത ഒരു സ്നേഹത്തിൻ്റെ കഥയാണ്. പുരുഷൻ ഓർക്കണം, എനിക്കും കുടുംബത്തിനു വേണ്ടി ചെയ്ത എൻ്റെ ഭാര്യയുടെ ജീവിത കഥയാണത്. ആ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് സ്നേഹമുള്ള കുടുംബമായിട്ട് നമ്മൾ മാറുക. അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ പോലെ ഇപ്പോൾ ഉണ്ട്, നാളെ ഓഫായി, ഓണായി, ജോയിയായി, മൂഡൗട്ടായി, അങ്ങനെ അങ്ങ് പോകും. ഈ സ്നേഹം അപ്പോൾ പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സെക്സിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണല്ലോ. പക്ഷേ
ഈ സെക്സിനോട് നോ പറയാൻ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ പറയാറുണ്ട് കല്യാണത്തിന് പോലും ഫസ്റ്റ് നൈറ്റ് കുറവാണ്, വെഡ്ഡിങ് നൈറ്റ് ഉണ്ടാകാറുള്ളതെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഈ സേവ് ദ ഡേറ്റ് പോലുള്ള പല പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഇന്നൊന്നിനും ഒരു ഇതൊക്കെ എത്രത്തോളം പരിധിയിൽ നിർത്തണം. എങ്ങനെയും ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചു, എത്ര വേണേലും മിങ്കിൾ ചെയ്യാം, എത്ര വേണേലും സ്നേഹിക്കാം. അവർ സ്നേഹം പങ്കുവയ്ക്കുകയാണല്ലോ, അവർ കല്യാണം കഴിക്കാൻ പോകുന്നവരാണല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ അച്ഛൻ എങ്ങനെയാവുന്നു അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്ത്? അത് മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് അതിൽ വളരെ ഒത്തിരി ഉണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ വിടുന്നത്. ഇപ്പം കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ആണും പെണ്ണും അവരെ വിട്ടില്ലെങ്കിൽ പ്രശ്നം അവർ മനസ്സിലാക്കണം. ഇതെല്ലാം വരുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസിൽ കൂടെ ഒക്കെ തന്നെയാണ്. അപ്പം അവിടെ ഇതേ ഉള്ളൂ, ധാർമ്മിക തലത്തിന് ബലം കിട്ടുന്ന എന്ത് പ്രവൃത്തികളും നമുക്കാകാം. വിവാഹത്തിന് മുമ്പും വിവാഹശേഷമൊക്കെ ഒരു മോറൽ ലൈഫ്, ഒരു മോറൽ പ്യൂരിറ്റി, അതിന് സഹായമാണെന്ന് നമുക്ക് ആകാം. അതേസമയത്ത് ചുമ്മാ ഒരു സെക്സിൻ്റെ പ്ലഷറിന് വേണ്ടി മാത്രമാണെങ്കിൽ ഒരിക്കലും നമ്മളത് വളർത്തുകയല്ല, ഭാവി ജീവിതത്തെ തകർക്കും. അതുപോലെ എല്ലാ സെക്സിൻ്റെ അനുഭവങ്ങളും വൈകാരിക തലങ്ങളും പങ്കുവച്ച ഒരു സ്ത്രീയെ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള പുരുഷനെ സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നോട് കാണിച്ചു ഇവൻ പലരോടും കാണിക്കുന്നവനാണ്. അതാണ് ചരിത്രം പഠിക്കുന്ന പാഠം. അത് വിശ്വസിക്കാൻ പറ്റുമല്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പം അങ്ങനെ ഒരു കാര്യം വന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു സെക്ഷൽ റിലേഷൻ ആരെങ്കിലുമായിട്ട് സംഭവിച്ചു, പക്ഷെ പലരും ചിന്തിക്കുന്നത് എന്തായാലും അവൻ്റെയും അവളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു, എന്നാൽ പിന്നെ കെട്ടിച്ചു കൊടുത്തേക്കാം, അല്ലെ കല്യാണം കഴിച്ചേക്കാം എന്നല്ലേ നമ്മൾ സാധാരണ പറയുക. അത് ശരിയാണ്. പക്ഷേ വിവാഹത്തിന് ഒരു ഉടമ്പടിയാണ്. ഉടമ്പടിക്ക് മുമ്പുള്ള ശാരീരിക ബന്ധങ്ങൾ നിഷിദ്ധമാണ്. അതൊരു ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല. ദൈവം ഓരോന്നിനും ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഉദാഹരണം, 6 വയസ്സുള്ള കൊച്ചിന് ഒരു മൊബൈൽ ഫോണിൻ്റെ വില പറയാൻ അവകാശമില്ല. ഒരു വാച്ചിൻ്റെ ക്വാളിറ്റി ഞാൻ 3 വയസ്സുകാരനല്ല പറയേണ്ടത്, അതിനൊരു ഏജുണ്ട്, എത്തേണ്ട സ്ഥലമാണ്. 14 വയസ്സുകാരൻ ഈ വോട്ട് ചെയ്യണമെന്ന് പറയുകയില്ല. വോട്ട് ചെയ്യാൻ അവൻ 21 18 വയസ്സിൻ്റെ പൂർത്തീകരണം വേണം. അതുപോലെ ഏത് മതത്തിലും ഏത് രാജ്യത്തിലും വിവാഹത്തിന് ഒരു നിയമമുണ്ട്. അതിന് ശേഷമേ ദാമ്പത്യ ബന്ധങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ അവരുടെ എളുപ്പത്തിന് വേണ്ടി പലരും പറഞ്ഞു, അപ്പം ഞാനും പറഞ്ഞു. അത് പലരും പറയുന്നതല്ലല്ലോ നിയമം. മതത്തിന് നിയമമുണ്ട്, രാജ്യത്തിന് നിയമമുണ്ട്. ആ നിയമം വെക്കുന്നത് ദാമ്പത്യത്തിൻ്റെ ധാർമ്മിക വിശുദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയുമാണ്. അപ്പം അല്ലാതെ വരുന്നയാൾ 6 മാസം കാത്തിട്ടും 6 പോൾ ഇരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരിക പക്വതയുള്ള ആളല്ല. അതാണ് സ്ത്രീ തിരിച്ചറിയേണ്ടത്. ചുമ്മാ കിള്ളാനും പിടിക്കാനും തോണ്ടാനും കിസ് ചെയ്യാനും ഒക്കെ ഇവൻ ബഹളം വെച്ചാൽ അവന് 3 മാസം കഴിഞ്ഞ് ആകാവുന്നതല്ലേ. അത്രേ ഉള്ളൂ. കാരണം ആ വില അവൾക്ക് കൊടുക്കുന്നില്ല. അതുപോലെ സ്ത്രീ അതിന് വഴങ്ങിക്കൊടുത്താൽ അവൾ ശുദ്ധ തറയാന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആയിക്കഴിഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യത്തിലേക്കല്ലേ പോകുന്നത്. അത്ര ഒരു പവിത്രത കാത്തു സൂക്ഷിക്കണം. സെക്സിനൊരു പവിത്രതയുണ്ട്. അതുകൊണ്ടാണ് കിടക്കരയിലെ കാര്യം ഈ ഒരിക്കലും കൂട്ടുകാരന്മാരോട് ആണുങ്ങൾ പറയല്ല. അന്തസ്സുള്ളവൻ വെറും 3-ാം കൂലി ഭാര്യയുള്ള ബന്ധം കൂട്ടുകാരോട് പറയും. അത് അത്രയും ചപ്പാണ് ആ മനുഷ്യൻ. പോലെ കിടക്കരയിലൊരു സന്തോഷം കിട്ടിയില്ല, അത് കൂട്ടുകാരോട് പെണ്ണ് പറയുകയല്ല, അതകത്താണ്. അപ്പം അതൊക്കെ മനുഷ്യൻ്റെ കൾച്ചർ, സംസ്കാരം കാണിക്കുന്ന രീതികളാണ്. ഇവിടെയും ആ ഒരു രീതി വേണം. ബലപ്പെട്ട ഒരു ഭർത്താവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ബലപ്പെട്ട ഒരു സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള തലങ്ങളിൽ ഒരു കൺട്രോൾ ആവശ്യം. അതല്ല, ഒരു ധാർമ്മിക നിയമമാണ് എല്ലാ മതങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും. അത് ഭേദിക്കാൻ മീഡിയ പഠിപ്പിച്ചേക്കാം, ഭേദിക്കുന്നവരുണ്ട്, അത് പറയാനൊന്നുമില്ല. ഇതാണ് തിയറി. ഇനിയും ഇഷ്ടം പോലെ മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ ഓപ്ഷൻ. ഒരു വിസ്ഡം ഓഫ് സൈലൻസ് അല്ലേ, തീർച്ചയായിട്ടും നമ്മൾ പലയിടത്തും പാലിക്കേണ്ടതാണ്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളിതൊക്കെ ഒന്ന് പറയണം. കാരണം ആരിലൊക്കെ കേൾക്കുമല്ലോ. 10 പേർ 1000 പേര് 10 പേർക്ക് തോന്നുക ഇതാണല്ലോ ശരി, അത് മതി. എല്ലാവരെയും നന്നാക്കാൻ ആരും ദൈവം വിളിച്ചിട്ടില്ല. പറ്റുന്ന നന്മയിൽ ഈ ചിന്ത പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ പോകുന്നത്, ഈ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ എല്ലാ ആധുനിക സൗകര്യങ്ങളാണ് എല്ലാത്തിനും. ഇതില്ലെങ്കിൽ എന്തോ കുറവ് പോലെയാണ് പലരും കാണുന്നത്. അത് ചിലപ്പം ചില കാര്യങ്ങളൊന്നും ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. വീട്ടിലെ ചില ഇലക്ട്രോണിക് സംഗതികളൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേണ്ട. ആവശ്യമുള്ളവരത് വാങ്ങിച്ചാൽ മതിയല്ലോ. പക്ഷേ വീട് സെറ്റ് ചെയ്യുമ്പോൾ പോലും ഇന്നത് പ്ലേസ്, ഇന്നത് ഇങ്ങനെയൊക്കെ ആണ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യം, ചിലർ ഇന്നലെ വെച്ച കറികളും ഭക്ഷണങ്ങളും ഇന്നൊരിക്കലും കഴിക്കില്ലാത്ത വീട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫ്രിഡ്ജ് അവർക്ക് മസ്റ്റാണ്.
എന്നിട്ട് ഫ്രിഡ്ജ് ഇരിക്കുന്നതാണല്ലോ എടുത്തെല്ലാം കളയുകയുള്ളൂ എന്ന് കരുതി ഫ്രിഡ്ജ് മേടിക്കരുതെന്നൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ അപ്പോൾ ഇങ്ങനെ ഈ അത്യാധുനിക സൗകര്യങ്ങൾ അതും ഈ സമ്പത്തും ഒക്കെ പൂർണ്ണമായിട്ട് വലിയ തൃപ്തി തരുന്നതാണ് എന്ന് മനുഷ്യൻ കരുതുന്നില്ല ഈ മാധ്യമം. ഒത്തിരി പരസ്യവും അതിനെക്കുറിച്ചല്ലേ എല്ലാം. അതൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഇന്ന് മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുന്നു. അവരെന്നെ ഉള്ളത് എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഞാനെന്തോ കുറഞ്ഞയാൾ. ആ ഒരു ചിന്താധാര എല്ലാ മനുഷ്യൻ്റെയും മനസ്സിനെ കാര്യമായി സ്ഥായിയായി ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പം ഫ്രിഡ്ജില്ലാതെ ജീവിക്കാൻ പറ്റും. ഇപ്പം ഡെയിലി ഫുഡ് സ്ഥിരം മേടിച്ച് ഫ്രഷ് ആകിരിക്കുന്നവന് ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ലല്ലോ. പണ്ട് നമുക്കൊരു 10-40 വർഷം മുമ്പ് എവിടെയാണ് ഫ്രിഡ്ജ്? അതില്ലേലും ജീവിച്ചു. ഫ്രിഡ്ജൊക്കെ വന്നതിന് ശേഷമാണ് രോഗം മനുഷ്യന് കൂടിയത്. ഇല്ലാത്ത കാലത്ത് എന്നാ രോഗം? പച്ചക്കറി കഴിക്കാം. ഇപ്പം ജൈനമതക്കാരെയൊക്കെ കാണുന്നുണ്ട്, ഏറ്റവും ഫ്രഷായ വെജിറ്റബിൾസ് മാത്രം കഴിക്കും. അതാ ദിവസത്തിൻ്റെ ആരോഗ്യമുണ്ട്, രോഗങ്ങളും വളരെ അവർക്ക് കുറവാണ്. അപ്പം നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇന്നും മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കുന്നവരെ എനിക്ക് കാണിക്കാൻ പറ്റും. എത്രയോ പേരെ കാണിക്കാൻ പറ്റും. ഒരു ലാൻഡ് ഫോണുണ്ട്, കാരണം കമ്മ്യൂണിക്കേഷന് വേണ്ടി. മൊബൈൽ ഫോൺ വേണ്ട, തീരുമാനിച്ചു. ഫ്രിഡ്ജും ഫ്രീസറും വേണ്ട, അലമാരിലിരിക്കുന്നത് മതി, മേശപ്പുറത്തുള്ളത് മതി, അത് ഞങ്ങൾ കഴിക്കും. ഒന്നും ബാക്കിയില്ല. ഈ ഫ്രിഡ്ജ് വന്നപ്പോഴാണ് പാവങ്ങളെ സഹായിക്കുന്നത് നിർത്തി വെച്ചത്. അല്ല അത്താഴപ്പണിക്കാരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളത് കൊടുക്കുമായിരുന്നു. ഇന്ന് കൊടുക്കുകയല്ല. ഒരു വടയുടെ മുറി പോലും ഹോളിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുപോകും. പണ്ടതല്ലായിരുന്നില്ലല്ലോ. ഇപ്പം നമുക്കൊരു കറി ബാക്കി വന്നാലും ഉടനെ ഫ്രിഡ്ജിൽ കയറ്റി പോകും. അതുകൊണ്ടാണ് പല ആൾക്കാരും ഭക്ഷണമൊക്കെ കഴിക്കും, പറയും അതിന് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടേ കഴിക്കാവുള്ളൂ, അവനെന്നാ പൂജാതനായെന്ന് ഒരു പിടിയില്ല. വിദേശത്ത് കാണാം, കഴിഞ്ഞ വർഷം വെച്ച മീൻകറിയൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലത്ത് വെച്ചേക്കും, കുടംപുളി ഇടും. 1 വർഷം പഴക്കമുള്ള മീൻകറിയൊക്കെ എടുക്കുന്നവരെ കാണാം. അതൊക്കെ ഒരു സാധ്യതകളായിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ നമുക്ക് ഈ ആധുനിക സംവിധാനങ്ങൾ കൂടുന്തോറും ഒരു കുടുംബത്തിൻ്റെ ആന്തരികത കൂടുന്നുണ്ടെന്നുള്ളതാണ്. ഭാഗ്യമായ എല്ലാം ഉണ്ട്. ഒരുമിച്ചുള്ള പണി, ഒരുമിച്ചുള്ള പാത്രം കഴുകൽ, ഒരുമിച്ചുള്ള സഹകരണം, ഇതിലൊക്കെ നമ്മളവിടെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. കാരണം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വല്ലാണ്ട് കൂടിയത് കൊണ്ട് ഇവിടുന്ന് ബെല്ല് വെച്ചിട്ടും ഫോൺ വെച്ചിട്ടും മുകളിലുള്ളവരെ വിളിച്ചിറക്കേണ്ട അവസ്ഥയല്ലേ ഇപ്പം. പണ്ട് അത്രയും സ്ക്വയർ ഫീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു വിളിയിൽ അടുത്ത മുറിയിലൊക്കെ എത്തുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ലേ, ഓരോരുത്തർക്കും ഓരോ മുറികളും. മക്കളൊക്കെ ആണെങ്കിൽ ഒരുമിച്ചൊന്നും ആരും കിടക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു സ്നേഹം. അത് മറ്റൊന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് എന്തുണ്ടെങ്കിലും അനിയത്തി അറിയും, ചേട്ടൻ എന്ത് കാണിച്ചാലും അവർ ഭയങ്കര സെറ്റായിരിക്കും, ഭയങ്കര. ഇപ്പം അങ്ങനെയുള്ള വീടുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞതാണ്, മുറി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എന്നാലും ചേച്ചി അനിയത്തിമാരൊക്കെ ഒരുമിച്ച് കിടക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം കല്യാണം കഴിച്ച് വരുന്നതും വരെയല്ലേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ കിടന്നാൽ മതി എന്നാണ് സ്ട്രിക്റ്റ് ഓർഡർ. ശരിയാണ്. നമുക്ക് ഈ ഭിത്തികളുടെ അകലം വെക്കും തോറും മനസ്സിൻ്റെ അകലവും വർദ്ധിക്കും. ഒരു മുറിയിൽ ഒരു വായു, ഒരു ചൂട്, അതിൽ ജീവിക്കുമ്പോഴുള്ള ഐക്യം, സൗകര്യം കൂടി, ഇൻഡിവിജ്വാലിറ്റി വളരുമ്പോൾ ഇല്ല. അതുമാണ് സൗകര്യം കൂടും തോറും മനസ്സകലും, സൗകര്യം കുറയും തോറും ശരീരം എടുക്കും, മനസ്സ് അടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മേടിക്കും, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയും. ഇതെല്ലാവരും അവനവൻ്റെ മുറിയിൽ, ഓരോ കുഞ്ഞും ഓരോ മുറിയിൽ. ഞാൻ കണ്ടിട്ടുണ്ട് വിദേശത്തൊക്കെ ചെല്ലുമ്പം ചില അമ്മമാരൊക്കെ എന്തു പേടിച്ചാന്നറിയാം മക്കളെ വിളിക്കുന്നത്. ചെന്ന് മുട്ടി, ക്യാൻ ഐ കോൾ യു? മോനോടാന്ന് തുറക്കണം, ഒരു പേടി ഇറക്കാൻ. എന്നോട് ചോദിക്കുക, ക്യാൻ ഐ കോൾ യു? അവൻ ചിലപ്പം മൊബൈൽ കാണുമായിരിക്കും, ചിലപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. ഫാദറുകൾ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കാണാൻ വരാമോ? യേശ്. പട്ടി കുരയ്ക്കുന്ന പോലെ ഒരു സ്വരം കേൾക്കാം. കുറച്ച് കഴിഞ്ഞാൽ അവൻ ഒരു പ്രത്യേക ഡ്രസ്സും ധരിച്ച് തൊപ്പിയും തലയും തിരിച്ച് വൈ ഹൈ ഫാദർ സീ യു ഒറ്റ ഓട്ടം ഓടും. കാരണം തലതിരിഞ്ഞ് ചേർക്കാനാ, തൊപ്പി പോലും അവൻ്റെ തലതിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ലോകം അതാണ്. അതേസമയത്ത് പണ്ടാണല്ലോ, ഓടി വരുന്നു, കൈകൾ കൂപ്പുന്നു, അമ്മയോട് ചേർന്ന് നിൽക്കുന്നു, അല്പസമയം സ്പെൻഡ് ചെയ്യുന്നു, എല്ലാം മാറി. അതുകൊണ്ട് വരുന്ന അപകടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവനവൻ്റെ കാര്യം പിന്നെ അതൊന്നും. കുടുംബത്തിലുള്ള ഈ അടുപ്പവും ഐക്യവും ബന്ധവും ഇല്ലാതെ വന്നാൽ വളർന്നു വരുമ്പോഴും മക്കളോട് ശരിക്കും സ്നേഹം കാണിക്കാൻ കഴിവില്ലാത്ത അപ്പനും അമ്മയാവും. ഭർത്താവിനോട് സ്നേഹം കാണിക്കാൻ പറ്റാത്ത ഭാര്യയാവും. ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഭർത്താവാകും. ഈ ഒരു തകർച്ച ഇതിൻ്റെയൊക്കെ ബാക്കിയായിട്ടും വരുന്നു. സൗകര്യം കൂടും, പക്ഷേ മനസ്സ് അകലും, ജീവിതം അകലും.
അത് തന്നെ ഞാനീ നോക്കണം. ഈ മക്കളെയൊക്കെ വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ പറയുമല്ലോ കൊച്ചു കുട്ടികളോട് നിങ്ങളൊന്ന് പാത്രം കഴുകി വെക്കണം, നിങ്ങൾ തുണി അലക്കി പഠിക്കണം. ഇനി അതൊന്നും പറയാൻ പറ്റില്ല, കാരണം ഡിഷ് വാഷറുണ്ട്, പാത്രം കഴുകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പാത്രം കഴുകാൻ അറിയില്ല, തുണി ഒട്ടും അലക്കാൻ അറിയില്ല. ആണിപ്പോൾ വാഷിംഗ് മെഷീൻ ഇല്ലാത്തൊരു വീടില്ലല്ലോ. കാര്യം വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ തുണിയൊന്നെടുത്ത് വിരിക്കാൻ പോലും ചിലപ്പം സാധിച്ചെന്ന് വരില്ല. എല്ലാം കഴിഞ്ഞ് തേച്ച് അങ്ങനെ വരുന്നില്ല, ഡ്രയറൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഉണങ്ങി വരുന്ന സംവിധാനങ്ങൾ വരെ എല്ലായിടത്തും ആയ സ്ഥിതിക്ക് അതിലേക്ക് എത്തണമെന്നാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ കുട്ടികളുടെ ഫോർമേഷനിൽ കുറേ മടിയന്മാരെ ഉണ്ടാക്കുന്നില്ലേ ഇങ്ങനത്തെ ആധുനിക സൗകര്യങ്ങൾ? ശരിക്കും അവരിങ്ങനെ തിന്നുക, ഉറങ്ങുക, പഠിക്കുക, എൻജോയ് ചെയ്യുക, അതിനപ്പുറത്തേക്ക് ഒരു ജോലി ചെയ്യുന്ന കൾച്ചറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജർമ്മനിയിലോട്ട് വെച്ച് ഒരു വർക്ക്ഷോപ്പിൽ പോയി, മലയാളി സുഹൃത്തിൻ്റെ കൂടെ. വണ്ടി ഇവിടെ നിന്ന് കയറ്റി ഷട്ടറിട്ടു, 2 സ്വിച്ച് ഇട്ടു. ഷവർ ചെയ്യുന്ന വെള്ളം ഇങ്ങനെ വന്ന് വണ്ടിയിൽ അങ്ങോട്ട് വീഴാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ വേറെ സ്വിച്ച് ഇട്ടപ്പം എല്ലാ പതയും, സോപ്പ് ഇങ്ങനെ പതയുണ്ടല്ലോ, ഈ പതയെല്ലാം വന്നു. 3ാമത്തെ സ്വിച്ച് ഇട്ടപ്പം ഒരു ബ്രഷ് കയറി ഇത് മൊത്തം അങ്ങ് തുടയ്ക്കാൻ 15 മിനിറ്റ് കൊണ്ട് വണ്ടി വൃത്തിയായി തുടച്ചു പോയി. കെട്ടിയപ്പോൾ വെച്ചാൽ ഇതുവരെ എൻ്റെ ഭാര്യയെ ഞാൻ വർക്ക്ഷോപ്പ് കാണിച്ചിട്ടില്ല, ഇതുണ്ടെന്ന് പറയില്ല. അവൾ പറയും ഇതേ സിസ്റ്റം ബാത്റൂമിൽ വേണം, ഷവർ വരണം, സോപ്പിൻ്റെ പത വന്ന് ദേഹത്ത് പതിക്കണം, ഒരു ബ്രഷ് വന്ന് തുടയ്ക്കണം. ഇത്രയും സൗകര്യം നോക്കുന്ന ലോകത്തിൽ എല്ലാം എളുപ്പമാണ്. പക്ഷെ എളുപ്പങ്ങൾ വർദ്ധിക്കും തോറും മനസ്സ് ദുർബലമാകും, രോഗവും കൂടും. കടുപ്പമുള്ള ജീവിതം പരിശീലിക്കുന്നവരുടെ മനസ്സിന് ബലമുണ്ട്. കട്ടിയില്ലാത്ത ജീവിതമാണോ ദുർബലമാവും. ആ ദൗർബല്യം എല്ലായിടത്തും ബാധിക്കും. ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുറി 2 പിരിഞ്ഞേക്കാം, കാരണം സൗകര്യം കുറഞ്ഞു. എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, എന്തിനാ ഇത്, ഈ ചോദ്യങ്ങൾ വരും. അപ്പം ആ ഒരു വിപത്ത് ഇന്ന് സമൂഹത്തിലാണ്. അപ്പോൾ സൗകര്യങ്ങൾ കൂടുന്നത് ജീവിതം സന്തോഷകരം ആക്കാമെങ്കിലും അത് ആനന്ദകരം ആക്കുകയില്ല. പുറലോകത്തുള്ളതാണ് സന്തോഷം, അകത്തുനിന്നുള്ളതാണ് ആനന്ദം, അത് കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എവിടെ പഴയതിൻ്റെ 100 ഇരട്ടി സൗകര്യം ഓരോ വീട്ടിലും ഇല്ലേ. മോട്ടർ വെച്ച് വെള്ളമടിക്കാം, വെള്ളം കോരണ്ട, തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ, പ്ലേറ്റ് കഴുകാൻ ഡിഷ് വാഷർ, സ്വിമ്മിങ് പൂൾ, എല്ലാ സൗകര്യവും കൂടി. ഇത്രയും കൂടുമ്പോഴും ഇതൊന്നും ഇല്ലാത്ത കാലത്തെ ഒരു അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം, ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്നേഹം, മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം ഇന്നുണ്ടോയെന്ന് നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ മതി. ആത്മാർത്ഥം ചിന്തിച്ചാൽ പറയും ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റും. ഒട്ടുമിക്ക കേസിൽ, ഒറ്റപ്പെട്ട എക്സെപ്ഷൻ എല്ലായിടത്തും ഉണ്ടാകും. പണ്ടും വഴക്കും ബഹളവും ഉണ്ട്, അതുപോലെ ഇന്നും വരാം. അല്ല, ഇപ്പോൾ ഈ വഴക്കും ബഹളവും ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഒരു ഒളിച്ചോട്ടം നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ആണെങ്കിലും കാണുന്നത്, സൂയിസൈഡ് ചെയ്യുക, ഓടുക, മദ്യപാനം, മയക്കുമരുന്നൊക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ ഈ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ടെൻഡൻസി ശരിക്കും നമ്മുടെയൊക്കെ ചിന്തകളിൽ, അതായത് ഇതിനെ എങ്ങനെ ഫേസ് ചെയ്ത് അങ്ങ് നേരിടാം എന്നുള്ളതിനെ, അഭിമുഖീകരിക്കുക എന്നതിനേക്കാളേറെ ഒളിച്ചോടുക എന്നുള്ളൊരു ടെൻഡൻസി കൂടി ഇപ്പം മീഡിയ കൊടുക്കുന്നില്ലേ? ഇന്നൊരു വലിയൊരു പ്രശ്നം നമുക്ക് മാസ്ക്, ഈ കോവിഡിന് ശേഷം ഒത്തിരി പേരും മാസ്ക് ഇപ്പോഴും വെക്കും, ഒരു ശുദ്ധി മാസ്ക്. അപ്പോൾ ആ ഒരു മാസ്ക് ഒരു ഒളിച്ചോട്ടമാണ്. എൻ്റെ മുഖം ആരും കാണാതിരിക്കാനുള്ള ഒരു ഒളിച്ചോട്ടമായിട്ട് മാസ്കിനെ നമുക്ക് പറയാൻ പറ്റും. ചില പറയും ഭാഗ്യമായി മാസ്ക് കിട്ടിയത്, അതുകൊണ്ട് പൊങ്ങിയ പല്ല് ആരും കണ്ടില്ല, കുഴിഞ്ഞ കവിള് ആരും കണ്ടില്ല, നരച്ച മീശ ആരും കണ്ടില്ല. ഒരു മാസ്ക് സബ്സ്റ്റിറ്റ്യൂട്ടാണ്, ഒരു പകരമായിട്ട് നമ്മളിൽ നിൽക്കും മാസ്കുകൾ. ഇങ്ങനെയുള്ള മാസ്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കുടുംബത്തിലും വരും. ഉദാഹരണം, ഭാര്യയായിട്ട് ജീവിതം ഒത്തിരി മടുത്താൽ ചുമ്മാ ക്ലബ്ബിൽ പോയിരിക്കാം. ഭർത്താവുമായി ജീവിതം മടുത്തോ വനിതാ സംഘടനകളുണ്ട്, അതിൻ്റെ സംഘടനകളിൽ പോയി ഇരിക്കാം. കാരണവന്മാരെ മടുത്തോ വൈകിട്ട് യൂത്തിൻ്റെ കളി, പള്ളിയിലാകാം, പരിസരത്താകാം, ക്ലബ്ബ് കളിയെന്നും പറഞ്ഞ് ഓടാൻ തുടങ്ങും. ജീവിതത്തിൽ ഒരുപാട് വരൾച്ച വന്നോ മദ്യം, മയക്കുമരുന്ന്, പുകവലി, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് മനുഷ്യനെ സ്വാധീനിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. പക്ഷെ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് യഥാർത്ഥ പകരക്കാരാകില്ല. അത് ഒരിക്കലും പകരമാകാൻ പറ്റില്ല. അത് തിരിച്ചറിയുന്നത് കുറേ കഴിയുമ്പോഴാണ്, കുറച്ച് കഴിയുമ്പോഴാണ് അറിയുക. ഇതൊക്കെ താൽക്കാലം കുടിച്ച് പൂസായതുകൊണ്ട് പ്രശ്നം തീരുകയില്ലല്ലോ, പ്രശ്നം കിടക്കുമല്ലേ. അപ്പം പ്രശ്നം ഫേസ് ചെയ്യണം. പഴയ കാലങ്ങളിൽ മുണ്ടും മടക്കി കുത്തി ഭാര്യ 2 തെറി പറയുമായിരുന്നു. ഭാര്യ അതുപോലെ നെഞ്ചത്തടിച്ച് ബഹളം വെക്കുമായിരുന്നു.
അന്ന് പകരങ്ങളില്ല, മുഖാമുഖം പറഞ്ഞു തീർന്നു. കഴുത്തിന് പിടിക്കാൻ, കുത്തിന് പിടിക്കാൻ പലതും ഉണ്ടാവും, പക്ഷെ അവസാനം തീർന്നു. ഇന്ന് അറിയുകയില്ല. ഇന്ന് കപ്പയുടെ ഇല പാടുമ്പോൾ അറിയുക കിഴങ്ങ് എലി കൊണ്ടുപോയി. ഓരോരോ പ്രശ്നവും മൂടി മൂടി വെക്കും. കുറേ കഴിഞ്ഞ് എടാ ഞാൻ ഭയങ്കര വർത്തമാനം പറഞ്ഞ ചെല്ലത് മാലാഹമാരെ പോലെ ഒന്ന് വർത്തമാനം പറഞ്ഞ ദമ്പതിമാരെ ഹായ് ഹണി, ഓ കുട്ട, സ്വീറ്റ്, ഹായ്, ഓ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവർ പിന്നെ പറയും വച്ചാൽ അടുത്ത 30-ാം തീയതിയാണ് ഡൈവോഴ്സിൻ്റെ 3ാമത്തെ ഹിയറിങ്. അപ്പോൾ എന്തുവാ ഇവരൊക്കെ ജീവിക്കുന്നത്? പുറത്തൊന്ന് അകത്ത് മറ്റു വളരെ നല്ലവരും തോന്നുന്നവർക്കിടയിൽ ഈ പ്രശ്നമുണ്ട്. കാരണം ഇവർ എന്തൊക്കെയോ പകരവും കൊണ്ട് നടന്നു, യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഫേസ് ചെയ്താലേ കുടുംബം വിജയിക്കും. എന്തെങ്കിലും പകരം വെച്ചോ അത് അവസാനം വലിയ തകർച്ചയെ വരും. യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്തോ അത് ജീവിക്കും. എനിക്കത് അവസാനത്തെ ഒരു പോയിന്റും കൂടെ ചോദിക്കാൻ തോന്നുന്നു. നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഈ സ്ഥാനമാനങ്ങൾക്ക് മീഡിയ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, അത് നമ്മൾ എത്രത്തോളം സ്ഥാനവും മാനമൊക്കെ ഉള്ളവനെയാണല്ലോ എല്ലാവർക്കും താല്പര്യം. ഒരു അധികാരവും ഒരു സ്ഥാനവും ഇല്ലാത്തവരൊന്നും ആർക്കും വേണ്ട. സത്യസന്ധമായൊരു കാര്യമാണല്ലോ അത്. ഈ പദവികൾ മനുഷ്യനെപ്പോഴും ആകർഷകമായ കസേരകളാണ്. ഒരു പദവി എന്നുള്ളത് അതെല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വിദേശത്ത് മക്കളോടെ പോയി നിൽക്കുന്ന അപ്പനമ്മമാരിൽ അമ്മയ്ക്ക് പോരാൻ ഇഷ്ടമില്ല. കുഞ്ഞുങ്ങളെയും താലോലിച്ച് അവരുടെ കൂടെ കളിപ്പിച്ച് കുളിപ്പിച്ചിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ അപ്പൻ പെട്ടെന്ന് പോരണമെന്ന് പറയും. കാരണം ആ പദവി, അപ്പൻ്റെ വിലയില്ല അവിടെ. എത്ര വലിയ വീട്ടിൽ ചെന്നാലും ചുമ്മാ അവിടെ അടിമകളെ പോലെ പൊതിച്ച് മൂടി കുഞ്ഞുങ്ങളെ നോക്കി ഭക്ഷണം കഴിച്ചിരിക്കാമെന്നല്ലാതെ ഏത് കളക്ടറാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ചുമ്മാ ചേട്ടനെ പോലെ നടക്കാം. അല്ലെങ്കിൽ സ്ഥാനത്ത് ഔദ്യോഗിക കാര്യങ്ങൾ പോകുമ്പോഴാണ്. ഇപ്പം മക്കളെ കൂടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഒരു വിലയില്ല. അപ്പോൾ ഒരു സാറ്, ഇവിടെ എല്ലാവരും സാറേ എന്ന് കൈ കൂപ്പുമ്പം അവിടെ ചെല്ലുമ്പോഴത്തേന് ഹായ്, ആരും മൈൻഡ് ചെയ്യുന്നു, ആർക്കും മൈൻഡ് ചെയ്യാൻ പറ്റുമല്ല. അപ്പം മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാവും. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അവൻ്റെ പദവി, അവൻ്റെ സ്ഥാനം, അംഗീകാരം. അത് കുടുംബത്തിലും ബഹുമാനത്തോടെ സംസാരിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിന് സ്ഥാനം കൊടുക്കുന്നുണ്ട്. അവിടെ അവനറിയാതെ ഭാര്യയിലേക്ക് ഒട്ടിപ്പിടിക്കപ്പെടും. ആദരവോടെ ഭാര്യയോട് സംസാരിക്കുന്ന ഭർത്താവിനോട് അവൾക്ക് ബഹുമാനം തോന്നും. കാരണം എനിക്കുള്ള സ്ഥാനം, അത് നമ്മൾ പറയും ഇടം. ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഇടമാണ്, ഒരു സ്പേസ് കൊടുക്കുകയാണ്. അത് കൊടുക്കാതെ കുത്തുവാക്കും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ചൈതന്യം അങ്ങ് പോകും. നമ്മൾ സ്ഥാനം കൊടുക്കുക, പദവി കൊടുക്കുക, വില കൊടുക്കുക, അങ്ങനെ കൊടുത്തു കഴിയുമ്പം ജീവിതത്തിൽ നമുക്ക് ഒരു അംഗീകാരമാവും, കുടുംബം ബലമുള്ളതായി മാറും. എന്തായാലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി കുറേ അധികം പോയിന്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാധ്യമത്തിൻ്റെ ഒരു ചിന്ത, അല്ലെ മാധ്യമങ്ങൾ നമ്മളുണ്ടാക്കുന്ന ഒരു ചിന്തകൾ, സ്വാധീനങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനിയും അടുത്തൊരു എപ്പിസോഡ് പോയാൽ ചിലപ്പോൾ ഇതിനധികം പറയുമായിരിക്കാം. പക്ഷേ ഇനി നമുക്ക് പുതിയൊരു വിശേഷങ്ങളായിട്ടാണ് അടുത്ത എപ്പിസോഡിൽ കാണേണ്ടത്. താങ്ക് യു വെരി മച്ച്.